ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആകാൻ ഏകദേശം സമയമായിട്ടുണ്ട്. ഞാനിവിടെ ബാങ്ക് നിഫ്റ്റി, സെൻസെക്സിന്റെ ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇന്ന് അപ്സൈഡ് മൊമെന്റമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് നല്ല അപ്സൈഡ് മൊമെന്റമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അപ്സൈഡ് മൊമെന്റം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. ഏകദേശം 9:15 ആകാറായി. യെസ്, മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. സമയം ഇപ്പം 9:30 കഴിഞ്ഞു. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ട്രേഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഈ ട്രെൻഡിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകണം. നമുക്കൊരു ട്രേഡ് എടുത്ത് നോക്കാം. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ ഏകദേശം സെയിം പാറ്റേൺ തന്നെയാണ് കാണുന്നത്. നല്ല മൂവ്മെന്റ് തന്നിട്ടുണ്ട്. ശരിക്കും എനിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തതാണ്. കാരണം ഞാൻ എപ്പോൾ ട്രേഡ് ചെയ്താലും ഒന്നെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ഈ ബാങ്ക് നിഫ്റ്റി നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ബാങ്ക് നിഫ്റ്റി പ്രിഫർ ചെയ്യാറില്ല. അത്രയ്ക്കും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഒരു ചെറിയൊരു ലോട്ട് എടുത്ത് നോക്കാം. നല്ല മൊമെന്റം കിട്ടുവാണെങ്കിൽ ക്യാപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ തന്നെ അപ്പം തന്നെ ക്ലോസ് ചെയ്യാം. ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെച്ചേക്കാം. ഇൻ കേസ് പെട്ടെന്നൊരു മൊമെന്റം കിട്ടിയാൽ ഒന്നെങ്കിൽ ടാർഗറ്റ് അടിക്കാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി പോട്ടെ. മൊമെന്റം കാണിക്കുന്നുണ്ട്. ഞാൻ ക്ലോസ് ചെയ്യാനുള്ള പ്ലാൻ നോക്കാം. നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡ് നോക്കാം. ഇതിനകത്ത് ചെറിയൊരു മൊമെന്റം പോസിറ്റീവ് സൈഡിൽ കിട്ടുവാണെങ്കിൽ അപ്പം തന്നെ ക്ലോസ് ചെയ്തേക്കാം. കാരണം എനിക്ക് കണ്ടിന്യൂ ആയിട്ട് സ്റ്റോപ്പ് ലോസ് ബാങ്ക് നിഫ്റ്റി വരുന്നോണ്ടാട്ടോ എനിക്ക് ഇതിനകത്ത് താല്പര്യമില്ലാത്തത്. ചിലർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഇൻഡെക്സ് ആയിരിക്കും ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത്. കാരണം പെട്ടെന്ന് നല്ല മൊമെന്റവും കിട്ടും, പെട്ടെന്ന് നല്ല സ്റ്റോപ്പ് ലോസും കിട്ടും. നോക്കാം. ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, സമയം 9:32 നമുക്ക് നിഫ്റ്റിയിൽ ട്രേഡ് വന്നിട്ടുണ്ട്. നമുക്ക് ട്രേഡ് എടുക്കാം. എല്ലാ വട്ടം പറയുന്ന പോലെ 7 പോയിന്റാണ് അതിൻ്റെ ടാർഗറ്റ്. ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. എടുത്തപ്പോൾ തന്നെ 7 പോയിന്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ ക്ലോസ് ചെയ്തേക്കാം. ഉടനെ തന്നെ 7 പോയിന്റ് ടാർഗറ്റ് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഓർഡർ പൊസിഷൻ. ഞാൻ ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് എടുത്തേക്കുന്ന ഓർഡർ പൊസിഷനാണിത്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ എന്തുകൊണ്ട് ഈ ട്രേഡ് എടുത്തു എന്നുള്ളതിൻ്റെ ഒരു ലോജിക്കും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇനി നമുക്ക് നമ്മുടെ പൊസിഷൻ കണ്ടു നോക്കാം. ഇതാണ് എൻ്റെ പൊസിഷൻ. ഇന്നത്തെ ഏകദേശം 5000 രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഇത് നിഫ്റ്റിയുടെ 1 hour ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ്. നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് ദിവസങ്ങളിലായിട്ട് നിഫ്റ്റി നല്ല ട്രെൻഡിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ലോജിക് എന്ന് പറഞ്ഞതും അപ് ട്രെൻഡിൽ തന്നെ മൊമെന്റം കിട്ടും, ആ മൊമെന്റം ക്യാപ്ചർ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഒരു 1 minute ടൈം ഫ്രെയിമിലോട്ട് മാറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാം ആദ്യത്തെ 3 മിനിറ്റ് കഴിഞ്ഞ് നല്ലൊരു പുൾ ബാക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പുൾ ബാക്ക് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഔട്ട് വരുവാണെങ്കിൽ ട്രേഡ് എടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഞാൻ. നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രീവിയസ് ഡേയുടെ ഹൈയുടെ അടുത്ത് വരെ വന്നിട്ട് തിരിച്ചാണ് പുൾ ബാക്ക് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടി മാർക്കറ്റ് ഇന്ന് അപ്സൈഡ് ട്രെൻഡ് തന്നെ ആയിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ മാർക്കറ്റ് സ്റ്റെപ്പായിട്ട് തന്നെയാണ് മുകളിലോട്ട് പോയേക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഡോജി ക്യാൻഡിൽ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഡോജി ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇൻഡിസിഷൻ ആണ്. ഇൻഡിസിഷൻ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് അടുത്ത മുകളിലോട്ട് തന്നെ ആണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 9:30 കഴിഞ്ഞപ്പം 35 ആയപ്പോഴത്തേക്ക് ഞാൻ ട്രേഡിൽ എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ഒരു 7 പോയിന്റ് പ്രോഫിറ്റ് ക്യാപ്ചർ ചെയ്തു.
പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഏകദേശം 10:45 അടുത്താകാറായി. അപ്പോഴാണ് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇന്നത്തെ ദിവസം തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.